ഞാൻ പറഞ്ഞാലും ഒന്നും കേൾക്കത്തില്ല. മൊത്തം പുല്ല് കയറി മൊത്തം ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ ഓടി ഞാൻ ഓഫീസിൽ അരിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കുട്ടിയൊക്കെ അൺപാക്ക് ചെയ്യാണ്ട് ഇപ്പോഴും ചെയ്യുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവന് ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഫുള്ളി ഡിസോറിയൻറ്റഡ് ആണെന്ന്. ഹായ് ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു 2 ആഴ്ചത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ തിരിച്ച് US-ലെത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 7:30 ആയി കേട്ടോ ഞാൻ ഇവിടെ എത്തിയപ്പം. ഭയങ്കര ഒരു ഹെക്റ്റിക്കായിട്ടുള്ള യാത്രയായിരുന്നു. 35 മണിക്കൂർ എടുത്താണ് ഞാൻ നാട്ടിൽ നിന്ന് ഇവിടം വരെ എത്തിയത്. അതിലൊരു 18 മണിക്കൂർ ആക്ച്വലി എനിക്ക് ട്രാവൽ ടൈം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓരോരോ സ്ഥലത്ത് ലേവറൊക്കെ ആയിട്ട് അങ്ങനെ 35 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. പിന്നെ ഇന്ന് രാവിലെ എനിക്ക് ഓഫീസിൽ പോകണമായിരുന്നു. അങ്ങനെ ജെറ്റ് ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ തല ഇങ്ങനെ പെരുത്തിരിക്കുകയാണ്. പക്ഷേ എങ്കിലും നമുക്ക് ഇവിടുത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. ഒന്നും ചെയ്യാനും തോന്നില്ല. ഒന്നാമത് നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു ഭയങ്കര ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ, എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വന്നതിൻ്റെ ഒരു വിഷമം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി ഒന്നിനും ചെയ്തു തുടങ്ങണ്ടേ. കൊണ്ടുവന്ന പെട്ടി ഒന്നും പൊട്ടിച്ചിട്ടില്ല, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. പക്ഷേ അതിനേക്കാളും മുന്നേ ആയിട്ട് ഇപ്പം എനിക്ക് കുറച്ച് കുക്കിംഗ് പരിപാടികൾ ആദ്യമേ തന്നെ ചെയ്യണം. ഇപ്പം വൈകിട്ട് 4 മണിയായി കേട്ടോ. 5 മണിയാകുമ്പം 4:50 ആകുമ്പോൾ എനിക്ക് കൊച്ചുവിനെ വിളിക്കാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. ഞാൻ 2 ആഴ്ചയായി ഞാൻ നാട്ടിലോട്ട് പോയിട്ട്. ഞാൻ പോയതിന് ശേഷം കൊച്ചുവിൻ്റെ ഫുഡിങ്സ് വളരെ മോശമാണെന്നാണ് എനിക്ക് വിവിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ റിപ്പോർട്ട്. അവൻ ഫുഡിങ്സ് അപ്പോൾ ഞാൻ വിവിനോട് പറഞ്ഞു, ഓക്കെ ഞാൻ നാട്ടിൽ പോയതുകൊണ്ട് അതിൻ്റെ സങ്കടത്തിൽ അവനൊന്നും കഴിക്കാത്തതായിരിക്കുന്നു. അപ്പോൾ വിവിൻ എന്നെ കളിയാക്കിയിട്ട് പറയാം, അവന് വെജിറ്റബിൾ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ മാത്രമേ മടിയുണ്ടായിരുന്നുള്ളൂ. ബാക്കി പിസ്സ അങ്ങനത്തെ ജങ്ക് ഫുഡൊക്കെ അവന് ആവശ്യത്തിലേറെ കഴിക്കുന്നുണ്ടായിരുന്നെന്ന്. അപ്പോൾ എങ്ങനെയായാലും അവനെ എനിക്കൊന്ന് പിടിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന് അവനെ കൊണ്ട് എന്തെങ്കിലും കുറേ വെജിറ്റബിൾ കഴിപ്പിക്കണം. അമ്മമാർക്കറിയാൻ പറ്റും, പിള്ളേർ ഹെൽത്തി ആയിട്ട് കഴിക്കുന്നില്ലെന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ആപ്പാടെ ഒരു ടെൻഷനായിരിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും അവനെ കഴിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് ഉണ്ടാക്കണം. അതിനുശേഷം വേണം എനിക്ക് അവനെ വിളിക്കാൻ പോയിട്ട് വന്നിട്ട് ഞാൻ ഓർത്ത് അവനെയും കൂടെ കൂട്ടിയിട്ട് പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അൺപാക്ക് ചെയ്യാം. അപ്പോൾ അവനും ഒരു ആക്ടിവിറ്റി ആവും, അവനൊരു ഹാപ്പി ആവും. അവനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ പെട്ടി പൊട്ടിക്കലൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ആദ്യമേ ഞാൻ പോയിട്ട് കുക്കിംഗ് പരിപാടിയിലോട്ട് കിടക്കട്ടെ കേട്ടോ. ഞാൻ നിങ്ങളെ എൻ്റെ വെണ്ടയ്ക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. പുറത്ത് കാര്യമായിട്ട് റോഡ് പണി നടക്കുകയാണ്. അത് കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞാലും ഒന്നും കേൾക്കത്തില്ല. ഞാൻ ക്യാമറ ഇവിടെ വെച്ചിട്ട് ഞാൻ വെണ്ടയ്ക്ക പറിക്കുന്നത് കാണിച്ചു തരാം. വെണ്ടയ്ക്കയും പിന്നെ കുറച്ച് ചെറിയ തക്കാളിയും ചെറിയ ടൊമാറ്റോസും ഒക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ഒരു മിനിറ്റൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ താഴോട്ട് മറിഞ്ഞ് വീണേക്കും കേട്ടോ. അപ്പോൾ വിവിനോട് ഞാൻ ചോദിച്ചപ്പോൾ വിവിൻ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഭയങ്കര കാറ്റും മഴയൊക്കെ ആയിരുന്നു. അങ്ങനെ കാറ്റടിച്ച് എൻ്റെ വെണ്ടയ്ക്ക് കുറേയൊക്കെ മറിഞ്ഞു വീണിട്ടുണ്ട്. ഈ വീക്കെൻഡ് ആയിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ പോയിട്ട് ആ വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുക്കട്ടെ. ഭയങ്കര പണി നടക്കുവാണ്. ഇത് എൻ്റെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഞങ്ങളുടെ പാർക്കിംഗ് ലോട്ടിലൊക്കെ ഇവർ എന്തോ 2-3 മറ്റേ കോണൊക്കെ കൊണ്ടേ വെച്ചിട്ടുണ്ട്. നമുക്കത് കാരണം എൻ്റെ കാറ് ഞാൻ അപ്പുറത്തോട്ട് കണ്ടോ, ആ ബ്ലൂ കാറാണ് എൻ്റെ, അവിടെ കൊണ്ടേ പാർക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇങ്ങനെ ഭയങ്കര പണിയാണെന്നാണ് വിവിൻ പറയുന്നത്. എനിവേ അതല്ലല്ലോ നമ്മുടെ വിഷയം. നമുക്ക് പോയിട്ട് ഈ വെണ്ടയ്ക്ക പറിച്ചെടുക്കാൻ കഴിയും. ഞാൻ നാട്ടിൽ പോയ സമയത്തിന് കൊച്ചുവും ബിബിനും കൂടെ ഒരു സെറ്റ് ഓഫ് വെണ്ടയ്ക്കൊക്കെ പറിച്ച് കറി വെച്ചു കേട്ടോ. പിന്നെ അടുത്ത സെറ്റ് ഓഫ് വെണ്ടയ്ക്ക ഞാൻ വരാൻ വേണ്ടിയിട്ട് അവർ വെച്ചേക്കുമായിരുന്നു എനിക്ക് കറി വെക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 വെണ്ടയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് പോയിട്ടുണ്ട്. എങ്കിലും സാരമില്ല, എനിക്ക് വേണ്ടി അവർ വെച്ചിരുന്നല്ലേ. അപ്പോൾ നമുക്ക് ആ വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് പറിച്ചെടുക്കാം. പിന്നെ ഉണ്ടല്ലോ ഇവിടെ മൊത്തം പുല്ല് കയറി മൊത്തം കുളമായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വീക്കെൻഡ് റെഡിയാക്കി എടുക്കണം. ഞാൻ നാട്ടിൽ പോയ സമയത്തിന് ബിബിൻ എൻ്റെ പ്ലാന്റ്സ് എല്ലാം ടേക്ക് കെയർ ചെയ്ത് എല്ലാത്തിനും വെള്ളമൊക്കെ ഒഴിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഈ മോളിൽ തൂക്കിയിട്ട പ്ലാന്റ് ബിബിൻ്റെ കണ്ണി പെട്ടില്ലെന്ന് തോന്നുന്നു. ഈ പ്ലാന്റ് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് അവന് വെള്ളമൊക്കെ ഒഴിച്ച് അവനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ കുറേ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ മേടിച്ച് തന്ന് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി ആരും കഴിച്ചു തീർക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. സാധാരണ ഞാൻ ഓഫീസിൽ പോകുമ്പം ഓരോ പാക്കറ്റ് എൻ്റെ കൊളീഗ്സിന് കൊടുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ എന്താ ഈ അച്ചപ്പമൊക്കെ ഉണ്ടല്ലോ, അച്ചപ്പം എല്ലാം പൊടിഞ്ഞു പോയി. പിന്നെ അവലോസുണ്ട ഇങ്ങനെ പൊടിഞ്ഞു പോയി. അപ്പോൾ എനിക്കിത് ആർക്കും കൊടുക്കാൻ തോന്നിയില്ല. ഇപ്പം ഞാനും ഫെമിനും കുച്ചും തന്നെ പതുക്കെ കഴിച്ച് തീർക്കാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ തൽക്കാലം ഇവിടോട്ട് എങ്ങാനും വെക്കട്ടെ.
പിന്നെ ഞാൻ എടുത്ത് അടിക്കുക. ഇനിയിപ്പം സമയം ഇപ്പം 4:15. പെട്ടെന്ന് ഞാൻ അരി കഴുകിയിടട്ടെ. അരി കഴുകി ഇടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊച്ചിനെ വിളിക്കാൻ പോകുമ്പോഴത്തേനും അത് അരി വെന്ത് കിട്ടും. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഒരു പാലപ്പച്ചട്ടി മേടിച്ചു, പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഈ സാധനവും മേടിച്ചു. ഇതാണ് കേട്ടോ ഞാൻ പറിച്ചോണ്ട് വന്ന വെണ്ടയ്ക്ക. കുറേ വെണ്ടയ്ക്കൊക്കെ മൂത്ത് പോയി. നോക്കട്ടെ, അരിഞ്ഞ് കഴിയുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ വെണ്ടയ്ക്ക തോരനായിട്ട് വെക്കുന്നില്ല, വെണ്ടയ്ക്ക തൈര് ഒഴിച്ചിട്ട് വെക്കാൻ പോവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുച്ചുവിനെ കുറച്ചുകൂടെ കഴിപ്പിക്കാനായിട്ട് എളുപ്പമായി. ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഒരു മിനിറ്റ്, ക്യാമറ റെക്കോർഡ് ആവുന്നുണ്ടോ നോക്കട്ടെ. റെക്കോർഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ റെസിപ്പിയാണ് കേട്ടോ. ഇപ്പം എല്ലാ വെജിറ്റബിളും ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. വെണ്ടയ്ക്ക, കോവയ്ക്ക, പാവയ്ക്ക എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുന്ന എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ആയിട്ട് തൈര് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കൊച്ചു വെജിറ്റബിൾ കഴിക്കാത്ത സ്ഥിതിക്ക് എൻ്റെ ഒരു ടെക്നിക്കാണത്. എങ്ങനെയെങ്കിലും വെജിറ്റബിൾ അകത്താക്കണമല്ലോ. അപ്പോൾ ഇത് നമുക്കൊന്ന് എണ്ണയ്ക്കകത്ത് സോട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇപ്പം മണി 4:40. ഞാൻ ഓടിപ്പോയി കൊച്ചിനെ വിളിക്കട്ടെ. ഇനി ബാക്കി കുക്കറി ഷോ നമുക്ക് വന്നിട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അവനെ വിളിക്കാനായിട്ട് ലേറ്റ് ആവും. ഓക്കെ, ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. പെട്ടിയൊക്കെ അൺപാക്ക് ചെയ്യാണ്ട് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. ഐ എം സ്റ്റിൽ ഇൻ കേരള. ഇത്തവണ തിരിച്ചു വന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരാഴ്ച കഴിയുമ്പോൾ ശരിയായിക്കോളും. പക്ഷെ കൊച്ചും വിപിനും ഞാനില്ലാതെ ഇവിടെ നിന്ന് അവർ മടുത്തില്ലേ. ലേറ്റ് ആയി കേട്ടോ, ഒരു 3-4 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ സൺസ്ക്രീൻ തേക്കാനായിട്ട് മറന്നുപോയി. നല്ല വെയിലുണ്ട്. പിന്നെ എന്തിനാണ് ഈ സ്വെറ്റർ പോലത്തെ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടതെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് കണ്ടൊരു ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ഈ സ്വെറ്ററുമായിട്ടൊക്കെ ഇട്ടുകൊണ്ട് ചെല്ലുന്ന കാണുമ്പോഴത്തേന് ഇവിടെ ഉള്ളവർ വിചാരിക്കും എനിക്ക് വട്ടാന്ന്. ഞാൻ പറഞ്ഞു ഐ ആം കംപ്ലീറ്റ്ലി ഡിസോറിയൻറ്റഡ്. എൻ്റെ ബ്രെയിൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. My Amma's back and I'm so happy. Why do you pick me up late, Amma? 2 minutes ലേറ്റ് ആയുള്ളൂ കൊച്ചു. അമ്മ ഫുഡ് ഉണ്ടാക്കി ലേറ്റ് ആയതാ. അപ്പോൾ ഇതാണ് കൊച്ചുവിൻ്റെ സമ്മർ ക്യാമ്പ് നടക്കുന്ന സ്കൂളല്ലേ. What do you make me? റൈസ് ആൻഡ് കറി കൊച്ചി. കൊച്ചു റൈസ് ആൻഡ് വെജിറ്റബിൾ കഴിക്കണം, മനസ്സിലായേ? അയ്യോ അതെ അമ്മ പിടിക്കാം. അതെ സ്മോൾ അമ്മ പിടിക്കാം. നോട്ട് പിസ്സ. Then rice and curry. No, പിസ്സ കഴിച്ച് വയറ്റിൽ. Then rice and curry, please. Cut the grass, Abba. ആരെ കട്ട് ചെയ്ത ഗ്രാസ്? Me, Abba. See, look at this old grass. Daddy. ഇങ്ങോട്ട് അത് അവിടെ എന്തോ സ്മെല്ലാ വെച്ചു. അപ്പോൾ അവരവിടെ എന്തോ ഉണ്ടാക്കും. Okay. Let's go inside. Okay, കൊച്ചു തുറക്കാം. കൊച്ചു ഡോർ ഓപ്പൺ ചെയ്യാം അല്ലേ? my Amma. How you open so fast? Kochi, you're so. I don't want to go. Enna patti? Endu? What's that? Kochi is scared. Spider. Ay പോയി ഓടിപ്പോയി. സായിപ്പ് വന്നേക്കുന്നത്. മലയാളം പറ സായിപ്പേ. കുറച്ച് മലയാളം പറ സായിപ്പേ. Wipe this wasp with this napkin because it might trick you to this. ഇതുണ്ട് സാധനം കിടപ്പുണ്ട്. ദിസ് ഈസ് ദ വാസ്പ്. ഇതിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണമെന്നാണ് കൊച്ചു പറയുന്നത്. ഓക്കെ, ഐ ടുക്ക് ഇറ്റ് ഔട്ട്. Okay, that's what ഓക്കെ. because I like it. You can't go away. ഹലോ ഗായ്സ്, ലെറ്റ് us continue with our cooking. അപ്പം വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ട് അരിയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വെണ്ടയ്ക്ക എടുത്ത് എന്തുവാ? ഓ ബലൂണാണ്. പേടിച്ചു പോയി ഞാൻ. കൊച്ചു വയ്യോ കുട്ടിയെ ബലൂൺ ഹിയർ. കൊച്ചു എന്താ ബലൂൺ ഇവിടെ ഇട്ട? അമ്മ പേടിച്ചു പോയില്ലേ? Don't do that, man. അമ്മയെ സ്കെയർ ചെയ്യല്ലേ കൊച്ചി. ഇത്ര വലിയ പാത്രം ചട്ടി വേണോ?
ആപ്പാടെ 3-4 വെണ്ടയ്ക്ക ഉണ്ട്. അതിനു വേണ്ടി ഇത്രയും വലിയ ചട്ടി എടുക്കും. ഞാൻ ചെറിയ ചട്ടി എടുക്കട്ടെ. ഇന്നലെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ബീഫ് കറിയുടെ കുറച്ച് മിച്ചം ഇരിപ്പുണ്ടെന്ന് ഇതൊന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒലത്തി എടുക്കട്ടെ. ഇത് ഒരാൾക്ക് 2 പേർക്ക് കഴിക്കാനുള്ളേ ഉള്ളൂ. എനിക്ക് കഴിക്കണമെന്നില്ല. കുച്ചുവിനും ബിബിനും കൊടുക്കാം. ഓക്കെ. എൻ്റെ കണ്ണൊക്കെ നല്ല ടയർഡായിട്ടിരിക്കുന്നല്ലേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉറങ്ങിയാണ് ഇരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നാളെ രാവിലെ എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഡാൻസിൻ്റെ കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ലീപ്പ്. വാട്ട് ഈസ് ദാറ്റ് സ്മെൽ? എന്താ ഉച്ചു? ആ പുറത്ത് അവർ ഞാൻ സാധാരണ ഡിന്നർ ഒരു 6 മണിക്ക് മുന്നേ ഞാൻ കഴിക്കും. അപ്പോൾ കുച്ചു കുറച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അവന് ഉടനെ വിശക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ഫുഡ് കൊടുക്കുന്നതിന് മുന്നേ എൻ്റെ വയറങ്ങ് നിറച്ചേക്കാം. അത് കഴിഞ്ഞ് ഗൈസ് ഞാൻ ഈ വ്ളോഗ് മിക്കവാറും ഇപ്പോൾ തന്നെ വൈൻഡ് ചെയ്യും. കാരണം ഞാൻ ലൈവായിട്ടുണ്ടെങ്കിലല്ലേ വ്ളോഗ്. ലൈവ് മീൻസ് ഞാൻ ഉറങ്ങാൻ പോവാണ് ഗൈസ്. ഇത് കഴിച്ചിട്ട് കുച്ചുവിനും കൂടെ ചോറ് കൊടുത്തിട്ട് ഞാൻ ഉറങ്ങാൻ പോവാം. സോ സ്ലീപ്പി. ജെറ്റ് ലാഗും എല്ലാം കൂടെ വന്നിട്ടേ എനിക്ക് പറ്റുന്നില്ല. നാളെ എനിക്ക് ഓഫീസിൽ കുറേ വർക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്ന് സെറ്റായാലേ നാളെ എനിക്ക് ഫ്രഷ് ആയിട്ട് ഓഫീസിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഐ തോട്ട് ലൈക്ക് ഐ വിൽ ഫിനിഷ് മൈ ഡിന്നർ. കുച്ചുവിന് ഡിന്നർ കൊടുത്തിട്ട് അപ്പോഴത്തേനും ബിബിമ വരുമായിരിക്കും. എന്നിട്ട് ഞാൻ ഉറങ്ങാൻ പോവാണ്. സോ നമ്മുടെ കൊണ്ടാട്ടമുണ്ട്, തൈരും വെണ്ടയ്ക്കയും കൂടെ ഉള്ള കറിയുണ്ട്. ഇത് ബിബിന് ഇന്നലെ ഉണ്ടാക്കി വെച്ച കോവയ്ക്ക തോരനും. അപ്പം ഞാൻ കഴിക്കട്ടെ. Fourthly, cats and snakes are natural predators of rats. If rats disappeared, population of cats and ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈവനിങ് വ്ളോഗ് ഞാനിവിടെ വൈൻഡ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിനി ഒന്നും കാണിക്കാനില്ല. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. എനിക്കൊരു എനർജി ബൂസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു വ്ളോഗിൻ്റെ ബലത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു. എങ്കിലും പകുതി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫുള്ളി ഡിസോറിയൻറ്റഡ് ആണിന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനായിട്ട് വാക്കുകളോ ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊന്നും കിട്ടുന്നില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെണ്ടയ്ക്കയും തൈര് കറിയും ഭയങ്കര സക്സസ് ആയി. കുച്ചു ഫുള്ള് കഴിച്ചു. അപ്പോൾ ഈ അമ്മമാർ ഫുഡ് കൊടുക്കുന്നതിന് എന്തോ കാര്യമുണ്ട് കേട്ടോ. പാവം ബിബിൻ എന്നോട് പറയും, ഞാൻ പല രീതിയിൽ ബിബിന് 1 ആഴ്ച 2 ആഴ്ച പല രീതിയിൽ കുക്കിംഗ് ചെയ്തു നോക്കെ ബിബിൻ്റെ കുക്കിങ്ങൊന്നും അവന് ഇഷ്ടപ്പെടുന്നില്ലെന്ന് തോന്നുന്നു. പാവം ബിബിൻ. സത്യം പറഞ്ഞാൽ ബിബിൻ ഇന്നലെ ഉണ്ടാക്കിയ കോവയ്ക്ക തോരനും ആണ് ഞാൻ അവന് കൊടുത്തത്. എന്നിട്ട് അവൻ കഴിച്ചു ഗൈസ്. അപ്പം എന്തോ കാര്യമുണ്ട്. എന്തായാലും അവൻ എങ്ങനെയും കഴിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അവൻ കഴിച്ചു. ഐ ആം ഹാപ്പി നൗ. ഇനിയിപ്പം ഞാൻ വിടവാകുമോന്ന് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് ചെയ്യട്ടെ കേട്ടോ. അല്ലെ ഞാൻ എന്തെങ്കിലുമൊക്കെ പിച്ചും പയ്യൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇത് എനിക്കൊന്ന് ഭയങ്കര ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും. ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പം എന്താണ് ഞാൻ ചെയ്തത്, വന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ കുറച്ച് വെണ്ടയ്ക്ക പറിച്ചു, വെണ്ടയ്ക്ക കറി വെച്ചു, പിന്നെ നമ്മൾ കുച്ചുവിനെ വിളിക്കാൻ പോയി, പിന്നെ അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, എങ്കിലും കുട്ടി വ്ളോഗല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? വലിയ വ്ളോഗ് ഞാൻ ഒത്തിരി ഇങ്ങനെ കാട് കയറി കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും ഇങ്ങനെയുള്ള കുട്ടി വ്ളോഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ ഇനിയും ഇങ്ങനത്തെ വ്ളോഗ്സ് ചെയ്ത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുന്നതായിരിക്കും. സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.